നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വീടിന്റെ മഹാലക്ഷ്മിയാണ് ആ വീട്ടിലെ സ്ത്രീ എന്ന് പറയുന്നത്. ആ വീടിന് എല്ലാ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഈശ്വരാധീനവും എല്ലാം പ്രദാനം ചെയ്യുന്നവളാണ് ആ വീട്ടിലെ ഗൃഹനാഥ, സ്ത്രീ, കുടുംബിനി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ ഹൈന്ദവ വിശ്വാസങ്ങളും പുരാണങ്ങളും പറയുന്നത്, എവിടെയാണോ ഒരു സ്ത്രീ പൂജിക്കപ്പെടുന്നത്, എവിടെയാണോ ഒരു സ്ത്രീ അംഗീകരിക്കപ്പെടുന്നത്, എവിടെയാണോ ഒരു സ്ത്രീ അർഹമായ സ്ഥാനം നൽകപ്പെടുന്നത്, ആ വീട്ടിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും നൽകി അനുഗ്രഹിക്കും, ആ വീട് രക്ഷപ്പെടും എന്ന് പറയുന്നത്. ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നതും അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിലെ സ്ത്രീകളുടെ ജീവിതത്തിൽ നിന്ന് കഷ്ടപ്പാടും ദുരിതവും കണ്ണീരും വിട്ടൊഴിയാൻ ഒരു സ്ത്രീ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത്. ഈ 7 കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉള്ള സ്ത്രീ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ 7 കാര്യങ്ങൾ ഉറപ്പുവരുത്തിയാൽ ഞാൻ വാക്ക് തരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഈശ്വരാധീനവും വർദ്ധിക്കും, നന്നായി വരും. ഇപ്പോൾ ഉള്ള അവസ്ഥയൊക്കെ മാറി ജീവിതത്തിൽ സന്തോഷവും ഉയർച്ചയും ഉണ്ടാകുന്ന ദിവസങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. അപ്പോൾ ആ 7 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾ ഇത് പൂർണ്ണമായിട്ടും കാണുക. ചിലപ്പോൾ ഈ 7 കാര്യങ്ങൾ നിങ്ങൾ പാലിക്കുന്നവരായിരിക്കും. ആണെന്നുണ്ടെങ്കിൽ വലിയ സന്തോഷം. നിങ്ങളാണ് യഥാർത്ഥ മഹാലക്ഷ്മി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പറയുക. അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ, തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ മറുപടി പറയുന്നതാണ്. ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ കൃപയാൽ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വീടിൻ്റെ അടുക്കളയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ 99% വീടുകളിലും ഗൃഹനാഥ, അടുക്കളയുടെ നാഥ എന്നൊക്കെ പറയുന്നത് ആ വീട്ടിലെ സ്ത്രീകളായിരിക്കും. അപ്പോൾ ആ വീട്ടിലെ സ്ത്രീകൾ നിർബന്ധമായും അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു കാര്യം തെറ്റിച്ചാണ് അടുക്കളയിൽ ചെയ്തു വച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ കണ്ണീരും ദുഃഖവും ഒഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, ജലവും അഗ്നിയും വെക്കുന്ന സ്ഥാനങ്ങളാണ്. നമ്മളുടെ വീടിൻ്റെ അടുക്കളയിൽ ഒരിക്കലും ജലവും അഗ്നിയും മുഖാമുഖം വരാൻ പാടില്ല എന്നുള്ളതാണ്. എന്താണ് മുഖാമുഖം വരിക എന്ന് പറയുന്നത്? ചില വീടുകളിൽ ഞാൻ ഈ വാസ്തുവൊക്കെ നോക്കുന്ന സമയത്ത് കാണുന്ന ഒരു കാര്യമാണ്. അതായത് അടുപ്പ് കൂട്ടിയിട്ടുണ്ടാകും, ആ അടുപ്പിനോട് ചേർന്ന് തന്നെ ആയിരിക്കും സിങ്ക് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അടുപ്പിനോട് ചേർന്ന് തന്നെ ആയിരിക്കും വെള്ളം പിടിച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ പൈപ്പ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. ഈ ജലവും അഗ്നിയും വിപരീത ശക്തികളാണ്. എപ്പോഴും നമ്മളുടെ വീട്ടിൽ സ്റ്റൗ ആയിക്കൊള്ളട്ടെ, അടുപ്പായിക്കൊള്ളട്ടെ വെക്കുന്ന സമയത്ത് ഈ അടുപ്പിനും ജലത്തിനും ഇടയിൽ ഒരു ചെറിയ സെപ്പറേഷൻ ഉണ്ടാകണം. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റു വസ്തുക്കൾ വെച്ച് നിറച്ചിട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് രണ്ടും അടുത്തടുത്ത് വരാത്ത രീതിയിൽ, രണ്ടും മുഖത്തോട് മുഖം വരാത്ത രീതിയിൽ, ചേർന്നിരിക്കാത്ത രീതിയിൽ മാറ്റി വെക്കണം എന്നുള്ളതാണ്. പല വീടുകളിലും ഈ തെറ്റ് കാണാറുണ്ട്. സൗകര്യ പരിമിതിയൊക്കെ കൊണ്ട് അഗ്നിയും ജലവും അടുത്തടുത്ത്. ചിലർ അടുപ്പ് വെച്ചിട്ട് അതിൻ്റെ അടുത്തായിരിക്കും ജലം പിടിച്ചു വെക്കുന്നത്. ഞാൻ പറയുന്നത് അടുപ്പിൽ തിളപ്പിക്കാനിടുന്ന വെള്ളത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, അതിൽ കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ജലം സംഭരിച്ചു വെക്കുന്നത്, പാത്രങ്ങളിൽ പിടിച്ചു വെക്കുന്നത്, അതല്ലെങ്കിൽ പൈപ്പ് സ്ഥാപിക്കുന്നത്, ഇതൊക്കെ അഗ്നിയോട് ചേർന്ന് വരുന്നത് ദോഷമാണ്. നിങ്ങളുടെ വീട്ടിൽ നോക്കുക, അങ്ങനെ ഏതെങ്കിലും സ്ത്രീകളോ അല്ലെങ്കിൽ വീട്ടമ്മമാരോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മാറ്റണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ മാത്രമേ കൊണ്ടുവരികയുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ത്രിസന്ധ്യാ സമയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു സ്ത്രീ ഇത് കാണുന്നുണ്ടെങ്കിൽ ത്രിസന്ധ്യാ സമയത്ത് നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ഒരു ഗൃഹനാഥ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ മഹാലക്ഷ്മി എന്നുള്ള രീതിക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ത്രിസന്ധ്യ എന്ന് പറയുന്നത് മഹാലക്ഷ്മി നേരമാണ്. ആ ത്രിസന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്ന നേരത്ത് നിങ്ങൾ ഏത് വിശ്വാസത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്നുണ്ടെങ്കിലും ആ ത്രിസന്ധ്യാ സമയത്ത് വിറക് കീറുക, പാത്രം കഴുകുക, മുറ്റമടിക്കുക, അലക്കുക, പാത്രം കയ്യിൽ നിന്ന് താഴെ വീഴുക, ഇതൊന്നും പാടില്ലാത്ത സമയമാണ്. ത്രിസന്ധ്യയ്ക്ക് ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നടന്നാൽ അത് നിങ്ങളുടെ വീടിന് തന്നെ, നിങ്ങൾക്ക് തന്നെ
ദോഷമായിട്ട് വന്ന് ഭവിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, പ്രത്യേകിച്ചും വിറക് കീറുക, മുറ്റമടിക്കുക, അലക്കുക എന്നൊക്കെ പറയുന്നത് ത്രിസന്ധിക്ക് മഹാദോഷമാണ്. ആ വിളക്ക് വെച്ച് വിളക്ക് അണയ്ക്കുന്നിടം വരെയുള്ള സമയമെങ്കിലും ഈ കാര്യം ഒഴിവാക്കി വെക്കുക. അതിനുശേഷമോ അതിനു മുമ്പോ ചെയ്യുക. ഒരു കാരണവശാലും ആ ത്രിസന്ധ്യാ നേരത്ത് ചെയ്യരുത്. അത് നമുക്ക് നമ്മളുടെ വീടിന് ഒക്കെ ദോഷമായിട്ട് വന്ന് ഭവിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൽ ചൂലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചൂല് നമുക്കെല്ലാം അറിയാം, മഹാലക്ഷ്മിയായിട്ട് ബന്ധപ്പെട്ട ഒരു വസ്തുവാണ്. ഈ ചൂല് ഒരിക്കലും അടുക്കളയിൽ വെക്കരുത് എന്നുള്ളതാണ്. അടുക്കളയിൽ ചൂല് സൂക്ഷിക്കുന്ന വീട്ടമ്മമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് അടുക്കളയിൽ നിന്ന് മാറ്റണം. നിങ്ങൾ ഇതിലും വലിയൊരു ദോഷവും ദുഃഖവും ക്ഷണിച്ചു വരുത്താൻ വേറെ ഇല്ല. മഹാപരാധമാണ്, ചെയ്യരുത്. അതുപോലെ തന്നെ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉള്ള അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ ഈ മരുന്ന് കുപ്പികളൊക്കെ കൂടുതലായിട്ട് അടുക്കളയിൽ കൊണ്ടുപോയി വെക്കുന്ന സ്വഭാവം ഒന്ന് മാറ്റണം കേട്ടോ. ഒരുപാട് പേര് ചെയ്യുന്ന തെറ്റാണ് അടുക്കളയിൽ മരുന്ന് കുപ്പികൾ വെക്കുക എന്ന് പറയുന്നത്. ഇത് വീടിന് ദോഷമാണ്, നിങ്ങൾക്ക് ദോഷമാണ്, കുട്ടികൾക്ക് ദോഷമാണ്. അതുകൊണ്ട് മരുന്ന് കുപ്പികളൊന്നും അടുക്കളയിൽ വെക്കുന്നത് ഉചിതമല്ല. അതിന് സ്ഥാനങ്ങളുണ്ട്, അടുക്കള ഒഴിച്ച് മാറ്റി വെക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിച്ചിട്ട് അടുക്കളയിൽ കയറുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും രാവിലെ ഉറക്കം എഴുന്നേറ്റ് അടുക്കളയിൽ കയറുന്നതിന് മുമ്പായിട്ട് അന്നപൂർണേശ്വരി ദേവി ഓം അന്നപൂർണയേ നമ അല്ലെങ്കിൽ ഓം അന്നപൂർണേശ്വരി ദേവിയേ നമ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം അടുക്കളയിൽ കയറാൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന വീട്ടമ്മമാരുള്ള വീട്ടിൽ ഒരിക്കലും അന്നത്തിന് മുട്ടുണ്ടാവില്ല. കുതിച്ചുയരും ജീവിതം, സർവ്വ ഐശ്വര്യം വന്നു ചേരും. അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് ശേഷം നമ്മളുടെ വീട്ടിലെ അടുക്കളയിൽ നിന്ന് മഞ്ഞൾ, കടുക്, ഉപ്പ്, അതുപോലെ തന്നെ കുങ്കുമം, പണം ഇതൊന്നും കടം കൊടുക്കാനോ വാങ്ങാനോ പാടില്ല. പല വീട്ടമ്മമാരും പെട്ടെന്ന് ആവശ്യങ്ങൾക്കൊക്കെ ഓടി വരുമ്പം നമ്മൾ ഓർക്കാതെ ഈ കാര്യങ്ങൾ എടുത്തു കൊടുക്കും. നമ്മളുടെ ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം സന്ധ്യയ്ക്ക് ശേഷം ഈ കാര്യങ്ങൾ കൈമാറുന്നത് അശുഭമായിട്ടാണ് പറയുന്നത്. നമ്മളുടെ ഐശ്വര്യത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള കാര്യമാണ്. മഞ്ഞൾ, കുങ്കുമം, ഉപ്പ്, കടുക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പണം കൈമാറ്റം ചെയ്യുന്നതൊക്കെ ദോഷമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സന്ധ്യാസമയത്ത് ഒരിക്കലും കുഞ്ഞുങ്ങളെ ആണെങ്കിൽ പോലും, തമാശയ്ക്കാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അന്നേരത്തെ ദേഷ്യത്തിലാണെങ്കിൽ പോലും ഒരിക്കലും ശാപവാക്കുകൾ പറയരുത്. അതായത് നമ്മൾ കുട്ടികളുടെ അടുത്തൊക്കെ പറയത്തില്ലേ, നീ നന്നാവത്തില്ലടാ, നീ ഇങ്ങനെ, നീ നന്നാവില്ല, അല്ലെങ്കിൽ നീ നശിച്ചു പോകും, നീ ഗതി പിടിക്കത്തില്ല, ഈ സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഗതിയുണ്ടാകില്ല, ഇങ്ങനെയൊക്കെയുള്ള ശപിക്കുന്ന, പഴിക്കുന്ന വാക്കുകൾ ത്രിസന്ധ്യാ നേരത്ത്, സന്ധ്യാസമയത്ത് കഴിയുന്നതും പറയാതിരിക്കുക. ത്രിസന്ധ്യാ നേരത്ത് ഒട്ടും പറയാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ത്രിസന്ധിക്ക് നമ്മൾ തന്നെ ഓരോ സ്ത്രീയും തന്നെ അത് മഹാലക്ഷ്മിയായി മാറുന്ന നേരമാണ്. ആ ഒരു സമയത്ത് നമ്മൾ മൊഴിയുന്ന വാക്കുകളൊക്കെ ചിലപ്പം കൊള്ളൻ്റെ അടുത്ത് പോയി കൊള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അന്നേരത്തെ വികാര വിസ്ഫോടനത്തിനായാലും സ്നേഹത്തിൻ്റെ പുറത്തായാലും ഒന്നും, മക്കളോടായാലും കുടുംബാംഗങ്ങളോടായാലും മറ്റൊരു വ്യക്തിയോടായാലും ഒന്നും അത്തരത്തിൽ ശാപവാക്കുകൾ പറയരുത്. ആ വാക്കുകൾ പിന്നീട് ഫലത്തിൽ വരികയും നമ്മൾ അതിനാൽ ദുഃഖിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനത്തെ 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകളും വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു വീട് മുടിയാൻ ഏറ്റവും കാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, കുളിച്ചിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു കാരണവശാലും മുടിത്തുമ്പിൽ നിന്ന് ആ ഈറനിറ്റ് മുറിക്കുള്ളിൽ, നമ്മളുടെ ബെഡ്റൂമിനുള്ളിലോ നമ്മളുടെ വീടിനുള്ളിലോ വീഴാൻ പാടില്ല എന്നുള്ളതാണ്. അറ്റാച്ച്ഡ് ബാത്റൂമാണെന്ന് നല്ലൊരു ശതമാനം വീടുകളിലും സ്ത്രീകൾ കുളിച്ചിറങ്ങുന്ന സമയത്ത് ആ മുടിത്തുമ്പിൽ നിന്ന് ഈറനിറ്റ് വീടിനുള്ളിൽ വീണ് കഴിഞ്ഞാൽ ആ വീടിനത് ദോഷമാണ്, ശാപമാണ്. ആ വീട് കടം കയറാൻ ഇടയാവുന്ന രീതിയിലുള്ള ദോഷമാണ്. അപ്പോൾ ഒരു കാരണവശാലും ഈ ഒരു കാര്യം ചെയ്യരുത്. സ്ത്രീകളെല്ലാവരും ഈ ഒരു കാര്യം കുളിച്ചിറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഈ ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. അപ്പം ഞാൻ ഈ പറഞ്ഞ ഏകദേശം 7ഓളം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തുക. തെറ്റുകൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ മാറ്റുക, ശരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ സന്തോഷം. മഹാലക്ഷ്മിയെ അനുഗ്രഹിക്കട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ്. ഭഗവാന്റെ കൃപയാൽ എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.